ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ വീണ്ടും SCRT ക്ലാസ്സസുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുമുള്ള 2 ചാപ്റ്റേഴ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത് വരയ്ക്കാം വായിക്കാം, രണ്ടാമത്തേത് ജനങ്ങൾ ജനങ്ങളാൽ എന്നീ 2 ചാപ്റ്റേഴ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വരയ്ക്കാം വായിക്കാം എന്നതിൽ കൂടുതലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് മാപ്പുകളെ കുറിച്ചിട്ടും ഭൂപടങ്ങളെ കുറിച്ചിട്ടും എല്ലാമാണ് തന്നിട്ടുള്ളത്. അതിലാദ്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് വടക്ക് നോക്കി യന്ത്രത്തെ കുറിച്ചിട്ട് ഒരു ഭാഗം തന്നിട്ടുണ്ട്. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്കൻ ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്നതാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം. സൂചി പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയിൽ സൂചിപ്പിക്കുന്നു. സമുദ്ര യാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. നമ്മളൊരു ഭൂപടം എടുത്തെന്ന് പറഞ്ഞാൽ ആ ഭൂപടത്തിലെ ദിശയെ കാണിക്കുന്ന ഒരു ചിഹ്നം നമുക്ക് കാണാൻ കഴിയും അല്ലേ? അതില് ഭൂപടത്തിന്റെ മുകൾ ഭാഗം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചുവട് ഭാഗം തെക്ക് ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടത് ഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നതിനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭൂപടത്തിന്റെ മേൽഭാഗം എന്തിനാണ്? വടക്ക്, കീഴ്ഭാഗം തെക്ക്, വലതുഭാഗം പടിഞ്ഞാറ്, ഇടതുഭാഗം കിഴക്ക് ദിശയെ സൂചിപ്പിക്കുന്നു. തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയ വര ശ്രദ്ധിക്കൂ. ഇതാണ് ഭൂമധ്യരേഖ. ഈ ചിഹ്നത്തെയാണ് പറയുന്നത്. ഇതാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ രേഖ ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ചിത്രത്തിൽ A എന്ന് രേഖപ്പെടുത്തിയത് വടക്കേ, അതായത് ഉത്തര അർദ്ധഗോളം, B എന്ന് രേഖപ്പെടുത്തിയത് തെക്കേ അല്ലെങ്കിൽ ദക്ഷിണ അർദ്ധഗോളവുമാണ്. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളെ അക്ഷാംശ രേഖകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഭൂമധ്യരേഖ പോലെ അതേ സർക്കിളിലെ മേൽക്കും താഴെക്കുമായി വരച്ചിരിക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നു. ഇനി അക്ഷാംശ രേഖയ്ക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകൾ, നെടുകയുള്ള രേഖകളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? രേഖാംശ രേഖകൾ എന്ന് പറയാ. എന്നാണ് രേഖാംശ രേഖകൾ എന്ന് പറയാ. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാന നിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അതെന്തായി മാറും? ഭൂപടമായി മാറും. അപ്പൊ ഗോളാകൃതിയിലുള്ള ആ ഗ്ലോബിലെ ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെല്ലാം ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ അതെന്തായി മാറും? അതൊരു ഭൂപടമായി മാറും. കാർട്ടോഗ്രാഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ ആണ് ഇതിന്റെ ആസ്ഥാനം. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും അത് പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലയുള്ള കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. അതിന്റെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനത്തെ കുറിച്ച് ഒരു ചെറിയൊരു നോട്ട് ഒരു കുട്ടി എഴുതിയ പോലെയാണ് തന്നിട്ടുള്ളത്. ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്താണ് ഉത്തർപ്രദേശ് കാണപ്പെടുന്നത്. ആ ഉത്തർപ്രദേശിന്റെ അതിർത്തിയിലെ ഒരു രാജ്യമുണ്ട്. ഏതാണ് ആ രാജ്യം? നേപ്പാൾ ആണ്. കൂടാതെ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായിട്ട് ഉത്തർപ്രദേശ് എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതും ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് വിശേഷിപ്പിക്കുന്നതും ഉത്തർപ്രദേശിനെയാണ്. ഉത്തർപ്രദേശിലെ നൃത്തകലയാണ് കഥക് എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാന നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ, വാരണാസി, ആഗ്ര, അലഹാബാദ് മുതലായവ. അശോക സ്തംഭത്തിലൂടെ ശ്രദ്ധേയമായ സാരാനാഥ്, അതും എവിടെയാണുള്ളത്? ഉത്തർപ്രദേശിൽ തന്നെയാണുള്ളത്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്ക് കിഴക്ക് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച്
മലന്തി തുറമുഖത്തെത്തി. അവിടെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. അപ്പോൾ 4 പായ്ക്കപ്പലുകളിലായിട്ട് 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ടാണ് വാസ്കോഡഗാമ പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്നും യാത്ര തിരിച്ചത്. അങ്ങനെ അവരെന്ത് ചെയ്തു? കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലന്തി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ സഹായത്തോടെ നിർദ്ദേശത്തോടെ എന്ത് ചെയ്തു? മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോഡഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. വാസ്കോഡഗാമയുടെ സമുദ്ര സഞ്ചാര പാത അവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പിൽ നിന്ന് ആഫ്രിക്ക വഴിയാണ് അവരെവിടെ എത്തിയത് എന്നാണ് പറയുന്നത്, ഇന്ത്യയിൽ എത്തിയത് എന്ന് പറയുന്നത്. അവിടെ വൻകരകൾ കൊടുത്തിട്ടുണ്ട്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നിങ്ങനെ. അതുപോലെ തന്നെ കടലുകളും കൊടുത്തിട്ടുണ്ട്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ജനജീവിതത്തിൽ ഭൂപടങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. ഭൂമിശാസ്ത്ര പഠനം, പ്രതിരോധം, വിനോദസഞ്ചാരം, ഭരണനിർവഹണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വ്യത്യസ്ത തരം ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നു. പ്രളയം, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും മറ്റു അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ദുരന്തമുഖത്ത് വേഗത്തിൽ എത്തിച്ചേരാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഭൂപടങ്ങൾക്ക് റൂട്ട് മാപ്പുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് ജനങ്ങളാൽ എന്ന ചാപ്റ്റർ. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും തീരുമാനങ്ങളുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾ ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നു. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് എന്ത് എന്നറിയപ്പെടുന്നത്? ജനാധിപത്യം എന്നറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്രകാരം അഭിപ്രായപ്പെട്ട ആരാണ്? എബ്രഹാം ലിങ്കനാണ്. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിന് കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് എന്ന് പറഞ്ഞതാരാണ്? മഹാത്മാ ഗാന്ധിയാണ്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെ പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. പുരാതന ഗ്രീക്ക് ചിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ എന്നും ക്രാറ്റസ് എന്നാൽ അധികാരങ്ങൾ എന്നുമാണ്. എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി, ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഒരു ഗ്രാമത്തിലെ എല്ലാ വാർഡിലെയും വോട്ടർ പട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ജനങ്ങളും ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും എവിടെ അംഗങ്ങളാണ്? ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം? പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ്
പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട ഭരണകാര്യങ്ങളിൽ പങ്കാളിയാവുന്ന ഭരണവ്യവസ്ഥയാണ് എന്ത്? പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. ഇനി നമ്മുടെ കേരള നിയമസഭയെ കുറിച്ച് നോക്കാം. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. അപ്പൊ നിയമസഭാ ദിനം എന്നാണ് ഏപ്രിൽ 27. ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27. ഇനി പരോക്ഷ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം. നമ്മൾ നേരത്തെ പ്രത്യക്ഷ ജനാധിപത്യവും അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യം എന്നാണ് പറഞ്ഞു. ഇത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്നാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷത. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷവും ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ കാണാൻ കഴിയും നമുക്ക്. അതുപോലെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ചയും എവിടെ കാണാം? ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ കാണാം. ജനങ്ങളെയും ഭരണത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളും നമുക്ക് എവിടെ കാണാൻ കഴിയും? ജനാധിപത്യ രാജ്യങ്ങളിൽ കാണാൻ കഴിയും. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും നമുക്ക് ജനാധിപത്യ രാജ്യങ്ങളിൽ കാണാൻ കഴിയും. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. ഇപ്പോഴത് 18 വയസ്സാണ്. അപ്പൊ എന്തിനൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? ആ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിലൂടെയാണ് നമുക്ക് ഗവൺമെന്റുകൾ രൂപീകരിക്കാൻ കഴിയുന്നത്. അതുപോലെ എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇവയൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് കൂടി നോക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? 3 അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. അവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അവരെയെല്ലാം നിയമിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ്? 1956 നവംബർ 1 നമ്മുടെ കേരളത്തിൽ ഇതുവരെ 16 നിയമസഭകളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എത്ര നിയമസഭകളാണ്? 16 നിയമസഭകളാണ് ഉണ്ടായത്. ഈ കാലയളവിൽ, ഈ 16 നിയമസഭകളുടെ കാലയളവിൽ 24 മന്ത്രിസഭകൾ കേരളം ഭരിച്ചിട്ടുണ്ട്. എത്ര മന്ത്രിസഭകളാണ്? 24 മന്ത്രിസഭകൾ കേരളം ഭരിച്ചു. 13 പേരാണ് മുഖ്യമന്ത്രിമാരായത്. 13 മുഖ്യമന്ത്രിമാരാണ് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? വി.ഡി. സതീശനാണ്. 2026 മെയ് 18 മുതലാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കേരളം ഭരിക്കുന്നത്. അപ്പൊ നമുക്ക് മന്ത്രിമാരുടെയും അവരുടെ വകുപ്പുകളും കൂടി വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി, ധനകാര്യം, തുറമുഖം എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശനാണ്. ഇനി ആഭ്യന്തരം, വിജിലൻസ്, ജയില്, കയറ്, അഗ്നിരക്ഷാ സേന എന്നിവയെല്ലാം രമേശ് ചെന്നിത്തലയാണ്. വൈദ്യുതി, പാർലമെന്ററി കാര്യം, പരിസ്ഥിതി എന്നിവ സണ്ണി ജോസഫാണ്. ആരോഗ്യം, ദേവസ്വം എന്നിവ കെ മുരളീധരനാണ്. സഹകരണം, എക്സൈസ് എന്നിവ എം ലിജു ആണ്. ഉന്നത വിദ്യാഭ്യാസം, സർവകലാശാല എന്നിവ റോജി എം ജോൺ ആണ്.
ടൂറിസം, സാംസ്കാരികം എന്നിവ PC വിഷ്ണുനാഥാണ്. തൊഴിൽ, മൃഗസംരക്ഷണം, വനിത, ശിശുക്ഷേമം എന്നിവ ബിന്ദു കൃഷ്ണയാണ്. റവന്യൂ AP അനിൽകുമാർ. കായികം, യുവജനകാര്യം, മ്യൂസിയം, പുരാവസ്തു എന്നിവ OJ ജനീഷാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമം KA തുളസി. കൃഷി T സിദ്ദീഖ്. വ്യവസായം IT AI സ്റ്റാർട്ടപ്പ് ടെക്സ്റ്റൈൽസ് എന്നിവ PK കുഞ്ഞാലിക്കുട്ടി. പൊതുവിദ്യാഭ്യാസം വഖഫ് ന്യൂനപക്ഷ ക്ഷേമം എന്നിവ N ഷംസുദ്ദീൻ. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമവികസനം KM ഷാജി. പൊതുമരാമത്ത് PK ബഷീർ. ഫിഷറീസ് സാമൂഹിക നീതി VE അബ്ദുൽ ഗഫൂർ. ജലസേചനം മോൾസ് ജോസഫ്. ബഷിം സിവിൽ സപ്ലൈസ് അനൂപ് ജേക്കബ്. വനം ഷിബു ബേബി ജോൺ. ഗതാഗതം CP ജോൺ എന്നിവരാണ് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ 16 നിയമസഭകളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ എത്ര മന്ത്രിസഭകൾ കേരളം ഭരിച്ചു? 24 മന്ത്രിസഭകളാണ് കേരളം ഭരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാം മന്ത്രിസഭ EMSന്റെ നേതൃത്വത്തിലായിരുന്നു. 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെയായിരുന്നു ഒന്നാം മന്ത്രിസഭയുടെ കാലയളവ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് 4 മന്ത്രിസഭകൾ ഉണ്ടായത് എത്രാമത്തെ നിയമസഭയിലാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ 5ാമത്തെ നിയമസഭയിലാണ്. അടിയന്തരാവസ്ഥയെ തുടർന്ന് 6 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് C അച്യുതമേനോൻ മന്ത്രിസഭ താഴെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 5ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നണിയാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രാജൻ കേസിനെ തുടർന്നിട്ടാണ് മുഖ്യമന്ത്രി K കരുണാകരന് രാജിവെക്കേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ആര് മുഖ്യമന്ത്രിയായി? AK ആന്റണി മുഖ്യമന്ത്രിയായി. പക്ഷെ അതും എന്തായി? പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് AK ആന്റണിയും രാജിവെക്കുകയുണ്ടായി. പിന്നീട് PK വാസുദേവൻ നായരുടെ CH മുഹമ്മദ് കോയയുടെയും മന്ത്രിസഭകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒക്കത്തിനും വളരെ ആയുസ് കുറവാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. വളരെ ചെറിയ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് എന്ന് എനിക്കറിയാം. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മാത്രമാണ് ബേസ് ചെയ്ത് പോകുന്നത്. നമുക്ക് എല്ലാ ടെക്സ്റ്റ് ബുക്കത്തെ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റേഴ്സ് മാത്രം തരുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.